യെസ്, വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഭാരതത്തിന് കന്നി കിരീടം. ദക്ഷിണാഫ്രിക്കയെ തകർത്ത ഭാരതം കിരീടം ചൂടിയിരിക്കുകയാണ്. ഭാരതത്തിന്റെ ആദ്യ കിരീടമാണ്, കന്നി കിരീടമാണ്. വനിതാ ലോകകപ്പിൽ കിരീടം ചൂടിയിരിക്കുന്നു ഭാരതം. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സ്പോർട്സ് ഡെസ്കിൽ നിന്നും വി എസ് കൃഷ്ണരാജ് കൂടി ചേരുന്നുണ്ട്. കൃഷ്ണരാജ്, ഭാരതം ഒരു കിരീടം ചൂടിയിരിക്കുന്നു. യെസ്, വളരെ അഭിമാനത്തിന്റെ നിമിഷം, ചരിത്ര നിമിഷം. ഭാരത വനിതകൾ കന്നി കിരീടം നേടുന്നു. ആധികാരികമായ വിജയത്തിലൂടെ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഭാരതം കിരീടം ഉയർത്തുന്നത്. ഇതൊരു ചരിത്ര നിമിഷമാണ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഗ്രൂപ്പ് സ്റ്റേജിൽ 3 മത്സരങ്ങൾ പരാജയപ്പെട്ട ഭാരതം സെമി ഫൈനലിൽ ഏറ്റവും കരുത്തുറ്റ ഓസീസ് ടീമിനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് എത്തുന്നു. അവിടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 299 റൺസ് എന്ന ലക്ഷ്യം മുന്നോട്ട് വയ്ക്കുന്നു. തുടക്കത്തിൽ മികച്ച മുന്നേറ്റമാണ് ദക്ഷിണാഫ്രിക്ക മറുപടിയിൽ കാഴ്ചവെച്ചത്. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയ ദീപ്തി ശർമ്മയുടെ മികവ്, ഷഫാലി വർമ്മയുടെ മികവ്, ഇതാണ് ഭാരതത്തെ വിജയത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. 2 വനിതകൾ വിജയശില്പികളാകുന്നു. ഒന്ന് ഷഫാലി വർമ്മ 87 റൺസ് എടുത്ത് മികച്ച കൂട്ടുകെട്ട് മന്ദാനയ്ക്കൊപ്പം പടുത്തുയർത്തുന്നു. പിന്നീട് 2 വിക്കറ്റ്, ദക്ഷിണാഫ്രിക്കയുടെ 2 വിക്കറ്റുകൾ വീഴ്ത്തുന്നു. മറുവശത്ത് ദീപ്തി ശർമ്മ അർദ്ധശതകം നേടി മധ്യനിരയിൽ കരുത്തുറ്റ പ്രകടനം കാഴ്ചവെക്കുന്നു. 58 റൺസ്. അതേ ദീപ്തി ശർമ്മ തന്നെ 5 വിക്കറ്റ്, ദക്ഷിണാഫ്രിക്കയുടെ 5 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ബൗളിങ്ങിലും മികവ് കാട്ടുന്നു. ഇതിലിപ്പോൾ ആരാകും ഈ കളിയുടെ താരം എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. 2 താരങ്ങളും ഒരേ മികവ് കാണിക്കുന്നു ബാറ്റിങ്ങിലും ബൗളിങ്ങിലും. ബാറ്റിങ്ങിൽ ഷഫാലി 87 റൺസും ബൗളിങ്ങിൽ 2 വിക്കറ്റും. ദീപ്തി ശർമ്മയാകട്ടെ 58 റൺസും 5 വിക്കറ്റും. ഏറ്റവും മികച്ച പ്രകടനത്തിലൂടെ ഇരുവരും ചേർന്ന് ഭാരതത്തിന് കന്നി കിരീടം ഈ 150 കോടി ജനതയ്ക്കായി അവരുടെ പ്രാർത്ഥനകളുടെ ഫലമായി 2011 ശേഷം ഭാരത മണ്ണിലേക്ക് ഒരു ഏകദിന ലോക കിരീടം എത്തുകയാണ്. തീർച്ചയായും 2005 ഓസ്ട്രേലിയയോട് തോറ്റ ഇന്ത്യ, 98 റൺസിന് തോറ്റ ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ. 2017 ഇംഗ്ലണ്ടിനോട് 9 റൺസിന് തോറ്റ ഭാരതം ഒടുവിൽ സ്വന്തം നാട്ടിൽ. അതാകട്ടെ 2020 ലോകകപ്പ് നമ്മൾ കണ്ടതാണ്. ജയിച്ചു എന്നുറപ്പിച്ച സമയത്താണ് ഹെൻറി ക്ലാസന്റെ ക്യാച്ച് ബൗണ്ടറിയിൽ സൂര്യകുമാർ യാദവ് പറന്നെടുത്ത് ഇന്ത്യൻ പുരുഷന്മാർ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി നമ്മൾ കിരീടമുയർത്തിയതെന്ന് ഓർക്കണം. ഒരുപക്ഷെ അതിൻ്റെ മധുര പ്രതികാരമൊക്കെ ഏകദിന ലോകകപ്പിൽ തീർത്തു കളയാമെന്ന് ദക്ഷിണാഫ്രിക്ക കരുതി കാണും. അതൊന്നും സംഭവിച്ചില്ല. കൃത്യമായ ഇടവേളകളിൽ 1-2 ക്യാച്ചൊക്കെ ഡ്രോപ്പ് ചെയ്തു എന്നത് ശരിയാണ്. പക്ഷേ അപ്പോഴും ഒരു 30 റൺസ് വരെ ബൗണ്ടറിയിൽ തടുത്തിട്ട് മികച്ച ഫീൽഡിംഗ് മികവാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ദക്ഷിണാഫ്രിക്കയും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപക്ഷെ 320 മേലിലൊക്കെ പോകേണ്ടിയിരുന്ന ഇന്ത്യൻ സ്കോറിനെ 298 ഒതുക്കിയത് ദക്ഷിണാഫ്രിക്കൻ വനിതകളുടെ ഫീൽഡിംഗ് മികവ് കൂടി പരിഗണിക്കേണ്ടി വരും നമുക്ക്. പക്ഷേ മറുവശത്ത് ഇന്ത്യൻ വനിതകളും ജയിക്കാൻ ഉറച്ച് സർവ്വ മികവും പുറത്തെടുത്ത് സമർപ്പണ മനോഭാവത്തോടെ കളിച്ച് ഫീൽഡിൽ, ബൗളിങ്ങിൽ, ബാറ്റിങ്ങിലൊക്കെ കൃത്യത പാലിച്ചാണ് ഈ കിരീടം നമുക്ക് നേടിത്തരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിഖിൽ, കൃഷ്ണരാജ്, ഒപ്പം തന്നെ 1983 കപിൽ ദേവും 2011 MS ധോണിയും ആ ഒരു ക്ലബിലേക്ക് ഇപ്പോൾ 2025 ഹർമൻപ്രീത് കൗറും ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ടീം കപ്പുയർത്താൻ മാത്രം ശേഷിയുള്ള ഒരു ടീമാണെന്ന് ആരും കരുതിയിട്ടില്ല. പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കെതിരെ സെമി ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ 329 റൺസ് എന്നത് അപ്രാപ്യമാണ് എന്നേവരും ഉറപ്പിച്ചതാണ്. പക്ഷേ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ജമീമ റോഡ്രിഗസും ചേർന്ന് ഒരു വലിയ കൂട്ടുകെട്ട് പടുത്തുയർത്തി അവസാനം വരെ പൊരുതി നിന്ന് റിച്ചാ ഘോഷിൻ്റെയും ദീപ്തി ശർമ്മയുടെയും അമൻജോത് കൗറിൻ്റെയും ഒക്കെ ചെറിയ ഇന്നിങ്സിൻ്റെ കൂടി പിൻബലത്തോടെ ജമീമ റോഡ്രിഗസ് മുന്നിൽ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ച്